നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഇത്തഖുല്ലാഹ്. നമ്മൾ ഈ കെടുതിയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. മുഅ്മിനീങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകമായ ചിട്ടയോടെ ഒരു പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിം വിശ്വാസി പുരുഷന്മാരെയും പള്ളിയിൽ വിളിച്ചുകൂട്ടിയിട്ട് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നിങ്ങൾ പാലിച്ചു ജീവിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ക്ഷേമമുണ്ട്. ഇതിനപ്പുറത്ത് ധന്യമായ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ തഖ്വയിലേക്ക് വരുന്നത്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിലേക്ക് വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലേക്ക് വരുന്നത്, അവിടെ നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അള്ളാഹു തആല നമ്മേവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയുന്ന ഒരൊറ്റ പരാമർശം നടത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, നബിയേ മതസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഖിയാമത്ത് നാളെപ്പോഴാ? നമുക്കിപ്പോ ഖിയാമത്ത് നാളാണ്, ഇന്ന് ഖിയാമത്ത് നാളാണെന്ന് ഞാൻ പ്രസംഗിച്ചാൽ ഈ പ്രസംഗം ഏറ്റവും വൈറലാവും. അമ്മക്കങ്ങൾ ഖിയാമത്ത് നാൾ ആയിക്കൂടാതെ വയ്യാന്നുള്ള അവസ്ഥയിലാണ്. മഹദി ഇമാം അപ്പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ ഒരു കറക്ഷൻ നടത്തുന്നുണ്ട്. എപ്പോഴാണ് ഖിയാമത്ത് നാളെ എന്ന് ചോദിച്ച ചോദ്യകർത്താവിനോട് ചോദിച്ചു, ഫമാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാൾ എന്നോ ആയിക്കോട്ടെ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഖിയാമത്ത് നാൾ ഇന്നാവട്ടെ, നാളെ ആവട്ടെ, എന്നാവട്ടെ, ഞാൻ ആലോചിക്കേണ്ടത് അന്ന് രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ എന്തുണ്ട് എന്നല്ലേ. അതുകൊണ്ട് മോനെ, എന്താണ് നിന്റെ പക്കലുള്ളത്? അപ്പോൾ മഹാനരായ സ്വഹാബി പറഞ്ഞു, എന്റെ പക്കലൊന്നുമില്ല, എന്റെ കയ്യിലാകെ പ്രതീക്ഷയുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളെ അവിടത്തോടുള്ള ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുതന്നെയാണ് വേണ്ടത്, അതുതന്നെയാണ് മോനെ വേണ്ടത്. അൽ മർഉ മഅ മൻ അഹബ്ബ ഔ അൻത മഅ മൻ അഹബബ്ത. നിന്റെ കൃത്യമായ വീക്ഷണം ശരിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെച്ച്, അകമറിഞ്ഞ് മഹബത്ത് വെച്ച് അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ചേർന്നോ, അതുതന്നെയാണ് ഏറ്റവും വലിയ കരുതൽ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബിൽ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാഹ്. അവസാനം അവിടുത്തെ ചിരിക്കുന്ന തിരുമുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അല്ലാഹ്.